ആ കാണുന്ന ആൽമരമാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന സ്പോട്ട്. ആ കാണുന്നത് കണ്ടോ? കാണുന്ന ആൽമരം. അതെ, ആ കാണുന്നത് അതാണ് ലൂപ്പ് അല്ലേ? ഓക്കെ. എന്താണ് ചേട്ടാ ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്? ഇവിടുത്തെ വിശ്വാസം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാഹനങ്ങൾ കുറവുള്ള സമയത്ത് ഈ ഭാഗത്ത് കാണുന്ന ഈ ഭാഗത്ത് കാണുന്ന ഒരുപാട് ആൾക്കാർ വടക്കഞ്ചേരി ആശ്രയിച്ച് ജോലിക്ക് പോകുന്ന ഒരു പാടമായിരുന്നു ഇത്. ഈ പാടത്ത് കൂടി രാത്രി കാലങ്ങളിൽ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലമാണ്, വയലുകളുള്ള സ്ഥലമാണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഈ ഇടയിൽ ഈ ഒരു ആത്മാവ് ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ വഴി തെറ്റിക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു ആത്മാവായിരുന്നു. മരണങ്ങളൊന്നും സംഭവിക്കില്ല, പക്ഷേ ആത്മാവ് സമയം ചോദിച്ചു കഴിഞ്ഞാൽ നേരം പുലരുന്നവരെ മറ്റൊരാൾ വന്ന് ഉണർത്തിയാലല്ലാതെ ആ വ്യക്തിയെ നേരം വെളുക്കുന്നത് വരെ ആ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആൾ ഈ പാടത്ത് മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഈ ഒരു സ്റ്റോറിയിൽ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, അടുത്ത് സംഭവം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. സെയിം സംഭവമാണ്. അത് ടൈം മെഷീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ലൂപ്പ് ഹോളിലേക്ക് പോകുന്ന പോലത്തെ ഒരു അനുഭവം. ഒരു മനുഷ്യൻ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നു, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ, ആ സർക്കിൾ വിട്ട് പുറത്തോട്ട് പോകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സിനിമ ഇപ്പൊ റിലീസായി. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാന്ന് തോന്നുന്നു അല്ലേ? ഇത് ടൈം മെഷീൻ പോലെയല്ല, ഇത് അങ്ങനത്തെ ഒരു സിസ്റ്റം ആണ്. ആത്മാവിന്റെ ഒരു രാവിലെ ആവുന്നവരെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. സൂര്യപ്രകാശം തലയിൽ പതിക്കുന്നവരെ ആൾ ചുറ്റിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും പോയി ശക്തിയായി അടിച്ചുണർത്തണം ആ വ്യക്തി, എന്നാലേ ആ ദുരാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്നും ആ വ്യക്തി പുറത്തു വരുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ചുറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടുത്തെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം, നേരം വെളുക്കുന്നത് വരെ. ബ്രോ, വഴി നിശ്ചയമുണ്ടോ പോകാനായി? വഴി ഏതിയാ നിശ്ചയമില്ല. നിശ്ചയമില്ല. ഇത് നമ്മളും ലൂപ്പിൽ പെടുവോ ഇങ്ങനെയാണെങ്കിൽ? പറയാൻ പറ്റില്ല, ചിലപ്പോ നമ്മളും പെടാൻ ചാൻസ് ഉണ്ട്. ഇതാണോ ഒരു ലൂപ്പ്? ഇതാണ് പ്രശ്നം, നമ്മളും വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. എല്ലായിടത്തും ഒരേപോലെ ഇരിക്കുന്നല്ലോ. നീ എങ്ങനെ അങ്ങോട്ട് പോകുന്നേ? ഈ വഴിയോ? വഴിയില്ല. വഴിയില്ലേ? അതേ കയറാൻ പറ്റുമോ? എങ്ങനെ അങ്ങോട്ട് അങ്ങനെ പോട്ടെ? എങ്ങനെ ഇത് ഏരിയ പോവുക? ഇത് വഴിയില്ലെന്നേ. അപ്പൊ കറക്റ്റ് ലൂപ്പായി അവസാനിച്ച്. പിന്നല്ലാതെ നമ്മളും പെട്ട്. ഇത് അപ്പുറത്തോടെ ഇത്തിരി നടവഴി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഡേഞ്ചറാണ്, ഇച്ചിരി ഡേഞ്ചറാണ്. നോക്കി പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അതാണ് ഒരു പേടി. വഴിയൊന്നുമില്ല, വഴി വെട്ടിത്തെളിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട്. കുറെ നാളുകളായെന്ന് തോന്നുന്നു ആളുകൾ അങ്ങോട്ട് പോയിട്ടല്ലേ. ആ കാണുന്ന ആൽമരമാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന സ്പോട്ട്. ആ കാണുന്നത് കണ്ടോ? കാണുന്ന ആൽമരം. അതെ, ആ കാണുന്നത് അതാണ് ലൂപ്പല്ലേ. പോവാം. തിരിച്ച് നമുക്ക് ഇതുവഴി തന്നെ വരാൻ പറ്റുമോ? ഏതെങ്കിലൊക്കെ വരാം. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് വളരെ അപകടകരമായ ഒരു വഴിയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിലെങ്ങും ആളുകൾ അങ്ങനെ പോവാറ് പോലില്ലാത്ത വഴിയാണ്. കുറേ വർഷങ്ങളായി തന്നെ ഈ വഴിയൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, പുല്ലൊക്കെ പിടിച്ച് ആരും കൊണ്ട് പോകാറില്ല. പക്ഷെ നമ്മൾ രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് പ്രണൽ ബ്രോ ഉണ്ട്. അദ്ദേഹത്തിന് ഏകദേശം വഴി അറിയാമെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ മൈൻഡ് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ലൂപ്പ് ഹോളിൽ പെട്ടുപോകുക എന്നൊരു സംശയമുണ്ട്. ഏകദേശം നമ്മൾ എത്താറായി. ഇത്ര ദൂരം കൂടെ ഇനി ഉള്ളൂ. ആ മരമായിട്ട് നമുക്ക് എത്താനായിട്ട് ഇത്ര ദൂരം കൂടെ ഉള്ളൂ. അതിനടിക്ക് പോയാൽ കൂരാക്കൂരിട്ടായിരിക്കും കേട്ടോ. ഭയങ്കര. ഏകദേശം എത്താറായി ഗൈസ്. ഇതാണ് കാണുന്നതാണ് ആൽമരവും അതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഗൈഡ് ചെയ്യുന്ന പുള്ളിയുടെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. തോട്ടത്തിനകത്തൂടെ പോകാൻ പറ്റില്ലല്ലോ. ഇതിലെ വഴിയുണ്ട്. ഇതിലെ വഴി ഇതിനകത്താണല്ലേ?
അയ്യോ തുടങ്ങി. കാണുമ്പോൾ നമ്മൾക്ക് ഈസിയായ സ്ഥലം പോലെ തോന്നും. 3 കിലോമീറ്ററോളം നടന്നാലേ 3 കിലോമീറ്റർ നടന്നാലേ അതിനകത്തെത്തത്തുള്ളൂ. ഏകദേശം നമ്മൾ ആ ലൊക്കേഷനിൽ തന്നെ എത്തി. പക്ഷെ പോകാനുള്ള വഴി നമുക്ക് തെറ്റിപ്പോയിരിക്കുകയാണ്. ഒരു നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം തന്നെ ഇവിടെയാണ്. ഇവിടുന്ന് പോകാനായിട്ട് താഴോട്ടുള്ള വഴിയില്ല. വലിയ ഡേഞ്ചർ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പ്രണല്ലേ ഓക്കെയാണോ? ഓക്കെയാണ്, വന്നോളൂ. ഇനിയാണ് വളരെയേറെ എന്തും സംഭവിക്കാം. ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്. എല്ലാവരും കെയർഫുള്ളായിട്ട്, ഓടിയുള്ളവരെല്ലാവരും കെയർഫുള്ളായിട്ട് വരിക. ആലിമരത്തിന് ചുവട്ടിലെത്തും. പോകാൻ പറ്റുമോ നമുക്ക്? പോകണം. വരും. സൂക്ഷിച്ച് വീടല്ലേ? ഇതല്ല, വെള്ളമുണ്ട്, അതാണ് കുഴപ്പം. വെള്ളത്തിൽ പെടാതെ ഷൂട്ട് ചെയ്തോ. വാ വാ വാ, ഞാൻ വന്ന അതേപോലെ വന്നോ കേട്ടോ. റിസ്ക്കാണ്, വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏത് അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ബി കെയർഫുൾ. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചെകിടം പറ്റര് എന്ന ദുരാത്മാവ് സ്ഥിതി ചെയ്യുന്ന ആൽവൃക്ഷം. ഇതിൻ്റെ ചോട്ടിലാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ബ്രാഹ്മണന്മാർ ബോഡികൾ ദഹിപ്പിച്ചിരുന്നത്. ഇവിടെയാണ്. അതിന് മൂലം ഇവിടെ ദഹനപ്രക്രിയയും കാര്യങ്ങളും എല്ലാം നടന്നതിന് ശേഷം ആ കാണുന്ന നമ്മൾ വന്നിരുന്ന സ്ഥലം ബ്രാഹ്മണന്മാരുടെ ഒരു സ്ഥലമാണ്. അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ. അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരാൾക്ക് കടവും ബാധ്യതയും കാരണം ഈ ആൽമരത്തിൽ വന്ന് തൂങ്ങി മരിച്ചാണ് ആ ആത്മാവ് ക്രിയേഷൻ ആകുന്നത്. അതാണ് ഇത്. ഇതിനോട് ചേർന്ന് അപ്പുറത്ത് പുഴ കൂടിയാണ്. പുഴ കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കാറ്. അങ്ങനെയാണ് ആത്മാവിന് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. ഈ ചുറ്റുവട്ടത്തെങ്ങും ഒരു വീടോ പരിസരമോ ഇല്ല, കൃഷി സ്ഥലങ്ങളാണ്. രാത്രി 6 മണിക്ക് ശേഷം ഇവിടെ എങ്ങും ഒരു മനുഷ്യരും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രസരണം കാരണമാണ് ഈ ആത്മാവിന് യഥേഷ്ടം ഇവിടെ ഇതിലെ സഞ്ചരിക്കുന്ന ആൾക്കാരെ വഴി തെറ്റിച്ച് ഇങ്ങനെ മനുഷ്യരെ പരിഭ്രാന്തിയിലാക്കുന്ന രീതിയിൽ നേരം പുലരുന്നവരെ ഉള്ളൊരു അവസരം അവർക്കുന്നത്. ഇതാണ് ആ ലൂപ്പ്. ഇതാണ് നമ്മുടെ ആ സംഭവം സിനിമയിൽ കണ്ട ലൂപ്പ് എന്ന കഥയുടെ ഒരു ബേസ് സംഭവമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ ഈ ഒരു പകൽ പോലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകളും മറ്റുള്ളത്. കണ്ടോ? ഈ മരമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ചുറ്റും എന്നാ പറയുന്നത് അല്ലേ? അത് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല രാവിലെ ആവുന്നവരെ. ഇല്ല, ഈ പാടശേഖരത്തുനിന്നേ രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ ആ സിനിമയിൽ ഏകദേശം 10 ഏക്കർ ആ സിനിമയിൽ തിയറി ഉണ്ട്. ആ ഒരു പ്രതിമയ്ക്ക് ചുറ്റും ഒരു ക്രൗഡ് പ്രതിമയാണത്. അതിന് ചുറ്റി പോയാൽ പുറത്തേക്ക് കിടക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ സാധ്യത, ഇവിടെ ഒരു സാധ്യതയില്ല. ആ മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ വന്ന് ശക്തിയായി അടിച്ചാൽ മാത്രമേ ആ ആത്മാവിന്റെ ബന്ധനത്തിൽ നിന്ന് ഉണരൂ. ഓക്കെ, അതുവരയ്ക്കും ആ ബന്ധനത്തിൽ അങ്ങനെ റൗണ്ട് ചുറ്റിക്കൊണ്ടേ. അതാണ് ഇവിടുത്തെ. പ്രിയപ്പെട്ടവരെ, ഇത് ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിശ്വാസമാണ്. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ മുൻ തലമുറകളൊക്കെ ഇങ്ങനെ ലൂപ്പിൽ പെട്ട് പോയിട്ടെന്നാണ് പറയുന്നത് അല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വിഷ്വൽ ഫുൾ ഒന്ന് കാണാം. ഈ മരത്തിൽ തന്നെ ഒരു ഭീകരാന്തരീക്ഷവും ഒരു പേടിയൊക്കെ നമുക്ക് തോന്നുന്നൊരു ലൊക്കേഷനും ഒരു മരവുമാണ്. നമുക്കിത് പറയാൻ കഴിയില്ല. എന്തായാലും അധികം ഇരുട്ടുന്നതിന് മുമ്പ്, അധികം സമയം ലേറ്റ് ആവുന്നതിന് നമുക്കൊന്ന് ഇവിടുന്ന് പോകാം അല്ലേ? ആ പുഴയാണോ അത്?
അല്ല ഇത് പാടമാണ്, ഇപ്പുറത്താണ് പുഴ, ആ കാണുന്നതാണ് പുഴ. പക്ഷെ നമുക്കത് അറിയാൻ കഴിയുന്നില്ല. കാട്ടുമൃഗങ്ങളൊക്കെ വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട്. താണ്ട് ഒരു ഹോള്, പന്നി, മുള്ളം പന്നി എന്നിവയെല്ലാം അതാണ് ഹോള്. കാട്ടുമൃഗങ്ങളൊക്കെ വരുന്ന വഴിയാന്ന് തോന്നുന്നല്ലേ? അതെ അതെ. നമ്മൾക്ക് അധിക നേരം ഇതിനടുത്ത് സ്റ്റേ ചെയ്യാൻ കഴിയില്ല. അത് അത്രയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ്. നേരം ഇരുട്ടി തുടങ്ങി, വിവിധ തരം ശബ്ദങ്ങളെല്ലാം കേട്ടു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ ഉടൻ തന്നെ ഇവിടുന്ന് പിൻവാങ്ങുകയാണ്. അതിനേരം നിൽക്കുന്നത് ഇവിടെ ശരിയല്ല. ഒന്നു ആത്മാക്കൾ രാത്രിയായി കഴിഞ്ഞാൽ അവർക്ക് ശക്തി പ്രാപിക്കും. രണ്ടാമത് മറ്റേ ഇഴജന്തുക്കളും കാട്ടുമൃഗങ്ങളും ഒരുപാട് വരുന്ന സ്ഥലമാണ്. നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കാനുള്ള ഇതില്ല. അതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ പിൻവാങ്ങും. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഒരു മുന്നറിയിപ്പാണ്, ഇതെല്ലാവരും കൈക്കൊള്ളണം. ഈ വീഡിയോ കണ്ട് ആരും ഇത് അന്വേഷിച്ച് ഇവിടേക്ക് എങ്ങോട്ടും വരരുത്. ഇത് നിങ്ങൾക്ക് അപകടം നിറഞ്ഞ വളരെ അപകടകരമായൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതിൽ ഞങ്ങൾക്ക് ഇവിടെയുള്ളവർക്കോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്കോ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്ന അല്ലാതെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങോട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരും വരരുത്. ഇത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഇവിടുത്തുകാരനായതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് ഒരു എൻട്രൻസും കാര്യങ്ങളും ഇവർക്ക് കിട്ടിയത്. അതല്ലാതെ ബാക്കിയുള്ളവർ ഇവിടെ വരികയാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്.